നമസ്കാരം. ചീറ്റിപ്പോയ ജൈവായുധ വിവാദത്തിനു ശേഷം ലക്ഷദ്വീപിൽ വീണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് മീഡിയ വൺ. അടുപ്പുകൂട്ടി ചർച്ച എന്നറിയപ്പെടുന്ന ഔട്ട് ഓഫ് ഫോക്കസിലാണ് വർഗീയ വിഷം കുത്തിവെക്കാനുള്ള ഈ നീക്കം വെളിപ്പെട്ടത്. ഭൂമിശാസ്ത്രപരമായി ലക്ഷദ്വീപിന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെക്കാൾ സാമീപ്യം മുസ്ലിം രാഷ്ട്രമായ മാലിദ്വീപിനോടാണെന്ന അപകടകരമായ വിഘടനവാദ അജണ്ടയാണ് മീഡിയ വൺ പ്രചരിപ്പിക്കുന്നത്. ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 36,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ലക്ഷദ്വീപ് നിവാസികളുടെ ജീവിതം ദുരിതത്തിലാക്കുമെന്ന പ്രചരണത്തിന് തുടക്കം കുറിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി ചാനൽ. വികസനത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ലക്ഷദ്വീപ് നിവാസികൾ ബോധവാന്മാരല്ലെന്നും മീഡിയ വൺ മുന്നറിയിപ്പ് നൽകുന്നു. നിലവിൽ 99.9% മുസ്ലിം ജനസംഖ്യയുള്ള ലക്ഷദ്വീപിൽ വികസനം വന്നാൽ മുസ്ലിം ജനസംഖ്യാ ശതമാനം കുറവുണ്ടാകുമെന്നാണ് മീഡിയ വൺ ആശങ്കപ്പെടുന്നത്. ലക്ഷദ്വീപിൽ വീതിയുള്ള റോഡുകൾ പോലും അനാവശ്യമാണത്രേ. ലക്ഷദ്വീപിനെ ഇന്ത്യൻ സൈന്യത്തിന്റെ സങ്കേതമാക്കിയാൽ ദ്വീപ് നിവാസികൾക്ക് പ്രശ്നങ്ങൾ ഏറുമെന്നും അളമുട്ടിയാൽ ചേര കടിക്കുമെന്ന മട്ടിൽ പ്രതികരണമുണ്ടാകുമെന്നും ചർച്ചയിൽ മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ ദാവൂദ് ഭീഷണി മുഴക്കി. ഇന്ത്യ മുന്നണി പ്രതിനിധി സംഘം എത്രയും വേഗം ലക്ഷദ്വീപ് സന്ദർശിച്ച് വികസന പദ്ധതികൾ തടയാനുള്ള പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകണമെന്നും ദാവൂദ് ആവശ്യപ്പെട്ടു. കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപിനെതിരെ ജൈവായുധം പ്രയോഗിച്ചുവെന്ന ഗുരുതര ആരോപണം സിനിമാ നടി ആയിഷ സുൽത്താനയെ കൊണ്ട് ഉന്നയിപ്പിച്ചത് മീഡിയ വൺ ആയിരുന്നു. സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ കുറച്ചുകാലം സിനിമാക്കാരുടെ പ്രതികരണങ്ങൾ വാങ്ങിക്കൊണ്ട് നടന്നുവെങ്കിലും അവസാനം അത് കെട്ടടങ്ങി. ലക്ഷദ്വീപിൽ വീണ്ടും അസ്വസ്ഥത സൃഷ്ടിക്കാനുള്ള ചില നിഗൂഢ ശക്തികളുടെ ശ്രമമാണ് മീഡിയ വൺ ചർച്ചയിലൂടെ വെളിപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.